ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ ഗെയിം പ്ലേ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം. ഈ ബസ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഇന്ന് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ നമ്മൾ വെറുതെ ഓടിച്ച് കളിക്കുന്നതാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഗെയിം എടുത്ത് ഞാൻ പൈസ കൊടുത്തേണ്. ഇപ്പോൾ പൈസ തീർന്ന് ഇപ്പോൾ 96 എത്ര 804 രൂപയുള്ളൂ. അപ്പോൾ ഇന്ന് ബസ് സിമുലേറ്ററിൽ നമ്മൾ ബസ് ഓടിക്കാൻ പോവാണ്. അങ്ങനെയാണല്ലോ പതിവ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പിന്നെ നമ്മൾ 170 സബ് കടന്നേക്കാണ്. അതിന് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ 500 സബ്ബാണ് നമ്മളെ ടാർഗറ്റ്. ആ 500 സബ് കടക്കുമോ എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളെ വിശ്വാസമുണ്ട്. അതല്ലേ 170 കടന്നേ. അപ്പോൾ നമുക്ക് ആൾക്കാർ കയറ്റാം, ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കണ്ട. അങ്ങനെ ആൾക്കാർ കയറുന്നുണ്ട്. ആൾക്കാർ കയറുമ്പോഴത്തേക്ക് നാളെ രാത്രി ഉണ്ടാവും. അത് പതുക്കെയാണ്. അപ്പോൾ നമ്മളങ്ങനെ ബസ് എടുക്കാൻ പോവുകയാണ്. നേരെ നമുക്ക് മെയിൻ റോഡൊക്കെ പോകണം. ഇനി ഇവിടുന്ന് തിരിയണം, എന്നിട്ട് അടിയൊക്കെ പോകണം, എന്നിട്ട് വീണ്ടും തിരിയണം, എന്നിട്ട് നേരെ മെയിൻ റോഡിലേക്ക് പോകണം. അങ്ങനെ നമ്മൾ മെയിൻ റൂട്ടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ മെയിൻ റോഡിൽ എത്തി. അപ്പോൾ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് എത്തിയത്. കാരണം വീഡിയോക്ക് കുറേ ലെങ്ത്ത് കൂടാൻ പാടില്ല. ലെങ്ത്ത് കൂടിയാൽ നിങ്ങൾക്ക് ബോറടിക്കുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. ബോറടിച്ചാൽ പിന്നെ ചാനലിൻ്റെ വ്യൂസ് കുറയും, പിന്നെ കാണൂലല്ലോ ആരും. അങ്ങനെ പുതിയ അപ്ഡേറ്റൊക്കെ വന്നു ഗെയിമിൽ. അതെന്തായാലും നന്നായി. ഇങ്ങനെ നേരെ ബസ് എടുത്ത് പോവാണ്. ഓക്കെ, നേരെ ഇങ്ങനെ പോയി നമ്മൾ 100 കടന്നിട്ടുള്ള സ്പീഡിലാണ് പോകണം. ഇനി നമുക്ക് ഇതിൽ കൂടി പോവാം, ഇനിയും വീണ്ടും പോവാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഓവർടേക്ക് ചെയ്തു. അയ്യോ, റോങ് സൈഡ് എടുത്തു പോയി. ഇപ്പം ഇടിക്കും. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇടിച്ചില്ല. പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഇടിച്ചില്ല. ഇങ്ങനെ വീണ്ടും നമ്മൾ റോങ് സൈഡല്ല, എന്നാലും നമ്മുടെ പഴയ റൂട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂട്ടിൽ കിടക്കാനാണെങ്കിൽ ഇനി എങ്ങാനും പോയ ലോഡിങ് മാപ്പാണ് അത്. നമ്മൾ നേരത്തെ കടന്ന വഴിയില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് നേരെ ഹൈവേ കടന്ന്. ഇനി ഇവിടെ പൈസ കൊടുക്കണം. ആ പൈസ കൊടുക്കേണ്ട വീഡിയോ കട്ടിങ് ഉണ്ടാകും. ആ പൈസ കൊടുക്കുക അല്ലാതെ വേറെ എന്താ വഴി? 5 രൂപ ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഏതാണ്? റുപ്പിയാണ് ഇന്തോനേഷ്യൻ്റെ കറൻസി. 5 റുപ്പിയ കൊടുക്കുക. എന്നിട്ട് നേരെ പോവുക. മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വഴിയുണ്ട്. അതിൽ നമ്മൾ നീല കളർ കാണില്ല, ആ വഴി കൂടിയാണ് നമ്മൾ പോകണേ. അപ്പോൾ നേരെ പോവാണ്. പക്ഷെ പുതിയ അപ്ഡേറ്റ് വന്നിട്ട് ബസ്സിന് എന്തെങ്കിലും ഓപ്ഷൻ വന്നിക്കണോ? പുതിയ ഓപ്ഷൻ അതൊന്നും ഇല്ല. അങ്ങനെ മഴ പെയ്ത് നമ്മൾ മഴയത്ത് ഇങ്ങനെ ഉല്ലാസി പോവാണ്. അപ്പോൾ ഒരു വൈപ്പർ ഇട്ടിക്കണ്. നമുക്ക് സ്പീഡിലുള്ള വൈപ്പർ ഇടാം. അപ്പം വെള്ളം വേഗം പോയിക്കോളും. അങ്ങനെ നമ്മൾ കുതിച്ച് പായുകയാണ്. നമ്മൾ അങ്ങനെ മറ്റു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് തോന്നിയ മാതിരി ഓടിക്കാം. കാരണം ഇത് ഗെയിമാണ്, അല്ലാതെ ശരിക്കും ഓടിക്കില്ലല്ലോ. ശരിക്കും ഓടിക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആടി പോവാണ്. ആടി പോവാൻ എന്താ രസം. ബസ് മറിഞ്ഞ് വീട്ട് കൊക്കേക്ക് അപ്പുറത്തെ കണ്ടത്ത് വീഴാതെ നിന്നാൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ ആടി പോവാണ്. അപ്പോഴേക്കും മഴ നിന്നില്ല. മേലെ ഇതുണ്ട്, ഹൈവേ ഉണ്ട്. അതുകൊണ്ട് മഴവെള്ളം അവിടെ ഇനി ഉണ്ടാവുക. ഒഴുകല്ല, അവിടെ മഴത്തുള്ളി വീഴണം. അത് അടിയിലേക്ക് വീഴില്ല. അതുകൊണ്ട് കുറച്ച് സമാധാനം. എന്നാലും പക്ഷെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ എത്തുമെന്ന് അറിയില്ല. അങ്ങനെ ഈ ബസ്സിൻ്റെ ടോപ്പ് സ്പീഡ് നോക്കിയല്ലോ, അപ്പം 160 കടന്നിട്ടുണ്ട്. ഓക്കെ, മഴ ഉണ്ട് നിന്ന്. ഇനി വൈപ്പർ ഓഫാക്കാം. ഇനി വൈപ്പർ ഇങ്ങനെ ഓണാക്കി നിൽക്കണ്ട. അങ്ങനെ മഴ നിന്നിട്ടുണ്ട്. തെളിഞ്ഞ ആകാശം.
ഇവരുടെ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളെ ആകാശം അത്ര ബാക്കിലല്ല. ഞാനിങ്ങനെ പോവാണ്. മറ്റേ വണ്ടി അപ്പോഴേക്കും വന്നാൽ വിട്ടും, ഇത്ര പറയണുള്ളൂ. അങ്ങനെ നമ്മൾ പോവാണ്. 168 ടോപ്പ് സ്പീഡ്. എൻ്റെ മേലെത്തണിയല്ല. ഇനി നമുക്ക് പോകാം. ഇവിടെ കുറേ ഹൈവേ ഉണ്ട്, ഹൈവേൻ്റെ കലവറ. ഇനി നമുക്ക് ഇങ്ങനെ പോവാം. നമ്മളിങ്ങനെ ആടി ആടി ഉല്ലാസിച്ച് പോവാണ്. നല്ല രസമുണ്ട് ആടാൻ. എന്താ രസം ആടാൻ. അങ്ങനെ നമ്മൾ അടുത്ത ടോളിൽ എത്താനായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൂട്ടിലേക്കാണ് പോവുക. ഈ ടോൾ എന്തായാലും ഇനി പൈസ കൊടുക്കണോ? എനിക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് നേരെ തുറന്നോളൂ. പക്ഷെ സ്പീഡ് വിട്ടാൽ ഇതിന് തുറക്കാൻ സമയം കിട്ടില്ല. അപ്പോഴേക്കും അവിടെ ഇടിച്ചിട്ടുണ്ടാവും. ടോളാണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവും, ടോള് പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അടുത്ത റൂട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ നേരെ ഉണ്ട് വീഡിയോ കട്ട് ചെയ്തിട്ട് ഇവിടെ എത്തി. ഇനി അടുത്ത റൂട്ട് നമുക്ക് തെറ്റായ വഴിക്കൊന്ന് പോയി നോക്കിയാലോ, എങ്ങനെ ഇരിക്കും? ഇതൊരു വെറൈറ്റി ചലഞ്ചല്ല, നമ്മൾ വെറുതെ പോവുക വെറൈറ്റിക്ക്. തെറ്റായ വഴി നീലയാണ് കാണിക്കുന്നത്. അപ്പോൾ കാട്ടിക്ക് പോയാലും നീലയാണ് കാണിക്കുക അവിടേക്ക് പോകണമെന്ന്. അയ്യോ, നമ്മൾ ഇടിച്ച് 96 ഞാൻ കാരണം 96. ആ മാപ്പ് ഞാൻ നോക്കിയിട്ടാണ്. ആ മാപ്പ് ഇങ്ങനെ തുറിച്ച് നോക്കുമ്പോൾ ഈ അപ്പുറത്തെ വണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് പോസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. ഇടിക്കാണ് 96%. അപ്പോൾ അങ്ങനെ നമ്മൾ പോവുക, ഇത്രേ ഉള്ളൂ. ഇനി പോകുമ്പോൾ വല്ല വണ്ടി അപ്പുറത്ത് വന്നാൽ പിന്നെ പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പോസ്റ്റും ഇടിച്ചു. നന്നായി. നമ്മൾ മലപ്പുറം ഒരു ഇടിയും കൂടി ഇടിച്ചു. നല്ല കാര്യം. എന്നാലും ചെറിയ വഴിയിലൊക്കെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല, കാരണം ബസ്സൊക്കെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയാൽ നേരെ ഇടിക്കും. ഇനി പോവാം. അത്രേ ഉള്ളൂ എന്ന് പറയണില്ല. നീ പോവാം. അത്രത്തുള്ളൂ, എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഒരു നല്ല കാഴ്ചയും കണ്ടുകൊണ്ട് പോവാണ്. നല്ല രസമുണ്ട് ഈ വഴി കൂടി ഇങ്ങനെ പോവാൻ. ഇനി നമുക്ക് നല്ല സ്പീഡിലുണ്ട് പോകണം. അയ്യോ, വഴിയിലെത്തി. നമ്മൾ വന്ന വഴിയിൽ തന്നെയാണോ? അല്ല, വേറെ വഴി. എനിക്കറിയില്ല, ഓർമ്മയില്ല, മറന്നു. പോവല്ലേ. ഇനി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തിരിയണം. ഇവിടെ റെഡ് സിഗ്നലാണ്, പക്ഷേ ഗെയിമിൽ നിയമം പാലിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ റെഡ് സിഗ്നലിൽ നിൽക്കാത്തത്. ഞാൻ അങ്ങനെ പോവാണ്. 92%. ഇനി വല്ല വണ്ടി അപ്പുറത്ത് ഇടിക്കുകയാണെങ്കിൽ 80% ഉറപ്പ്. സ്പീഡിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ. പതുക്കുകയാണെങ്കിൽ 1% കുറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ സ്പീഡിൽ ഇടിക്കുകയാണെങ്കിൽ 80 തോന്നണം. ഇങ്ങനെ 500 സബ്സ്ക്രൈബേഴ്സ് കിടക്കൂലേ? നിങ്ങളെ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ റെഗുലർ ഈ ഗെയിമിംഗ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. എൻ്റെ ചാനലിൽ നിങ്ങൾ കുതിച്ച് ഉയർത്തണം, അത്ര പറയാനുള്ളൂ. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇപ്പോൾ 170 ആയില്ലേ. കഴിഞ്ഞ പ്രാവശ്യം 167 അത്ര ആയിട്ടുള്ളൂ. ഇപ്പോൾ 3 ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നതുകൊണ്ടാണ് തോന്നുന്നത്. എന്താ പറയുക, 170 കിടന്ന്. അങ്ങനെ വീണ്ടും ഒരു പോസ്റ്റ് മേടിച്ച് നമ്മൾ ചാമ്പി 90%. ഇനിയെങ്ങാനും വണ്ടി വല്ലടിച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 80 ആവും സ്പീഡിൽ പോകും. ഇനി നമുക്ക് പോവല്ലേ, അത്രേ ഉള്ളൂ. നേരെ പോവാം. അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് ഇടിച്ച് 71% ആക്കി. നമ്മൾ എവിടേക്കോ ചാമ്പിന്ന് ഉദ്ദേശിച്ചത് ഇടിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോണ്. നമ്മൾ അവസാനത്തെ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ 10 ലൈക്കാണ് ഞാനിപ്പോൾ വീഡിയോക്ക് ടാർഗറ്റ്. 15 ലൈക്കായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ലൈക്ക് ചെയ്യണം.
എനിക്ക് എത്ര ലൈക്ക് കിട്ടിയാലും എനിക്ക് ലൈക്ക് കിട്ടിയാണ്, പക്ഷേ 10 ലൈക്ക് കടന്നാൽ അത് കുറച്ച് സന്തോഷമായി. അപ്പോൾ നേരെ പോകുന്നത് നമ്മൾ അവസാനത്തെ സ്ഥലം എത്താനായിട്ടുണ്ട്. അപ്പോൾ നേരെ ഈ വണ്ടി നമ്മൾ പറഞ്ഞുള്ളൂ, വണ്ടി നേരെ അടിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഇനി തിരിഞ്ഞു പോകാം. അങ്ങനെ ഞങ്ങളങ്ങനെ പോകണം. നമ്മൾ ലാസ്റ്റ് സ്ഥലം എത്താനായിരിക്കുന്നു. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഇനി പറയണ്ട, ഇനി പറഞ്ഞാൽ ബോറടിക്കുന്നു. പിന്നെ എനിക്ക് അൺസബ്സ്ക്രൈബ് ആവാൻ കിട്ടുക. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഉപദേശിക്കണില്ല. അത്രയും ഉപദേശിച്ച 2 പ്രാവശ്യം പറഞ്ഞില്ല, അതൊക്കെ മതി. എന്നാലും ഒരിക്കൽ കൂടി ഇത് പറയട്ടെ, സബ്സ്ക്രൈബ്, അത് മതി. അങ്ങനെ പോകുന്ന ബസ് സിമുലേറ്റർ ഗെയിംസിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ബസ് നോക്കണ്ട, ബസ്സാകെ ചിപ്പിളി ചാമ്പി നാശമായി, ചെളിയായി, ഇടിച്ച് ചപ്പാത്തിയായി. പിന്നെ പോകുന്നു. അയ്യോ, നമ്മൾ ഓരോ സ്ഥലത്ത് ഇടിക്കുമ്പോൾ നമ്മുടെ ഹെൽത്ത് അയ്യോ 59% ഇത് നമ്മുടെ ലാസ്റ്റ് സ്ഥലമല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ബാക്ക് തിരിയാം. അങ്ങനെ നമ്മളെത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പം ആൾക്കാരൊന്നും ഇറങ്ങട്ടെ. വീണ്ടും നന്ദി. ഓക്കെ, ബൈ.